അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ട്രിപ്പുമായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇന്നെൻ്റെ റൂട്ട് ഉത്തരാഖണ്ഡ് തന്നെയാണ്. ഉത്തരാഖണ്ഡിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിലൊരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓളി എന്ന്. ഒരുപാട് സിനിമകളൊക്കെ അവിടെ പിടിച്ചിട്ടുള്ളതാണ്. അതേപോലെ തന്നെ ബദ്രിനാഥ്, കേദാർനാഥ്, വാലി ഓഫ് ഫ്ലവർ, ആ റൂട്ടാണ് എൻ്റെ യാത്ര. അപ്പോൾ യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് വരാം. വീഡിയോ എല്ലാം കാണാം. ഇതിനകത്ത് കുറച്ച് റിസ്ക് പിടിച്ച വഴികളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കാണാൻ ഇതേപോലെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. ഈ റൂട്ട് എൻ്റെ രണ്ടാമത്തെ യാത്രയാണ്. ഇത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ എളുപ്പം പോയി വരാൻ പറ്റുന്നൊരു റൂട്ടല്ല. ഉത്തരാഖണ്ഡിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ പറ്റും. പക്ഷേ ഈ റൂട്ടൊരു ഏകദേശം 7 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയിലാണ്. അപ്പോൾ അത്രയും ദിവസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ റൂട്ട് ഫുള്ളായിട്ട് കവർ ചെയ്ത് വരാൻ പറ്റുകയുള്ളൂ. അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ അപ്പുറത്തെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ 2-3 ദിവസങ്ങളൊക്കെ വീണ്ടും അവിടെ തന്നെ നമ്മൾ സ്റ്റേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത്ര പെട്ടെന്ന് എളുപ്പം ആർക്കും പോയി വരാൻ പറ്റുന്ന ഒരു റൂട്ടല്ല ഇത്. അത്രയ്ക്ക് മനോഹരമാണ് ഈ റൂട്ട്. നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും ഈ റൂട്ട് പോകുന്ന വഴിയുടെയൊക്കെ സൗന്ദര്യം എങ്ങനെയാണെന്ന്. ലെഫ്റ്റ് സൈഡ് കണ്ട പച്ച കളറുള്ള നദി, അത് നമ്മുടെ സ്റ്റാർട്ടിങ് മുതൽ ഈ ബദ്രിനാഥിൻ്റെ അവിടം വരെ ഇതിൻ്റെ ഒരു ശാഖയായിട്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മളത് നദിയുടെ ആ സൈഡ് ചേർന്ന് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ട് ഫുള്ളായിട്ട് ആ നദിയുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര അടിപൊളി റൂട്ടാണ്. പിന്നെ ഇതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് കല്ലുകളൊക്കെ ചാടിക്കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മലയൊക്കെ ഇടിഞ്ഞ് വരാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇതൊന്നും അല്ല മല ഇടിയുന്നത്. ഇനി ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും മല ഇടിഞ്ഞ ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും ഒരുപാട് കല്ലുകളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ യാത്രയിലൊക്കെ മുകളിൽ നിന്ന് കല്ലൊക്കെ ചാടാനുള്ള സാധ്യത കൂടുതലുള്ള റൂട്ടാണ് ഇത്. അപ്പോൾ സിംഗിളൊക്കെ ആയിട്ട് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ച് പോകേണ്ട റൂട്ടാണ്. ഫാമിലി ആയിട്ടാണെങ്കിലും വളരെ ശ്രദ്ധിച്ച് പോകേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഇത്. കൂടുതലും ആളുകളൊക്കെ കാറിന് പോകാൻ ശ്രമിക്കുക, ബൈക്കൊക്കെ അവോയ്ഡ് ചെയ്യുക. പക്ഷേ എനിക്കിഷ്ടം എപ്പോഴും ബൈക്ക് തന്നെയാണ്. ബൈക്കിനകത്ത് കാറ്റൊക്കെ കൊണ്ട് ഇതേപോലെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് ബോറടിക്കുമ്പോഴത്തേക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തൊക്കെ ഇറങ്ങി നിന്ന് ചെറിയ ചെറിയ ചായക്കടയിൽ നിന്നൊക്കെ ചായയൊക്കെ കുടിച്ച് അങ്ങനെയുള്ളൊരു യാത്രയാണ് ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടാറുള്ളത്. പ്രത്യേകിച്ച് നമ്മളൊരു 6-7 ദിവസത്തെ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ എളുപ്പമൊന്നും പോയി വരാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെ നിർത്തി ഫോട്ടോയൊക്കെ എടുക്കണമെങ്കിൽ ഫോട്ടോയൊക്കെ എടുത്ത് ആ ഒരു രീതിയിലേക്ക് പോയാൽ മാത്രമാണ് നമ്മുടെ യാത്ര അടിപൊളിയായിട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ റൂട്ടൊക്കെ നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാം എത്ര മനോഹരമാണെന്ന്. അപ്പോൾ നമുക്ക് കാറിനകത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും നമുക്കിതൊന്നും ആസ്വദിക്കാൻ അത്ര പറ്റണം എന്നില്ല. പിന്നെ നമുക്ക് കാറൊക്കെ ആണെങ്കിൽ എപ്പോഴും നിർത്തണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടൊക്കെയാണ്. കാറിൽ നമ്മുടെ കൂടെ 2-3 ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ച് തന്നെ നമ്മൾ കാർ നിർത്താനായിട്ട് സ്വാഭാവികമായിട്ട് പറയത്തില്ല. അതേസമയം ബൈക്ക് ആകുമ്പോഴത്തേക്കും നമ്മൾ സിംഗിളാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ബൈക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാം. ആരുടെയും ഒരു ഇഷ്ടത്തിന് വേണ്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കിടയ്ക്ക് ബോറടിക്കുകയാണെങ്കിൽ ഇരുന്ന് പാട്ടൊക്കെ കേട്ട് പോകാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ എവിടെയെങ്കിലുമൊക്കെ ചെറിയ ചായക്കടയിലൊക്കെ നിർത്തി നമ്മുടെ ഒരു ഇഷ്ടത്തിന് ചായയൊക്കെ കുടിച്ച് പതിയെ നമുക്ക് യാത്ര ചെയ്യാൻ തോന്നുവാണെങ്കിൽ യാത്ര ചെയ്യാം. അതല്ല എവിടെയെങ്കിലും നമുക്ക് താമസിക്കാൻ തോന്നുവാണെങ്കിൽ താമസിക്കാം. ഇതേപോലെ ആളുകളൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ കൈയൊക്കെ പൊക്കി കാണിച്ച് അവർക്കൊക്കെ ഒരു സന്തോഷമാവും നമ്മളെ കാണുമ്പോഴത്തേക്കും. ഇത് പച്ച കളറുള്ള നല്ല വെള്ളമുണ്ട്, കാണാൻ നല്ല രസമുള്ള ഒരു നദിയാണിത്. ഈ നദിയെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതേപോലെ തന്നെ ഈ യാത്ര എന്ന് പറഞ്ഞാൽ തന്നെയാണെങ്കിലും ഒരുപാട് കഥകളൊക്കെയുള്ള ഒരു റൂട്ടിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ അറിവുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനുമായിട്ട് ഷെയർ ചെയ്യുക, ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ ആദ്യമേ തന്നെ ഈ റൂട്ട് തുടങ്ങിയത് ഡൽഹിയിൽ നിന്നാണ്. ഡൽഹിയിൽ നിന്ന് ഏകദേശം ഒരു 6 മണിക്കൂറത്തെ യാത്രയുണ്ട്. ഹരിദ്വാർ കാണാനായിട്ട് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് കാണേണ്ടതാണ്. ഹരിദ്വാറുണ്ട്, അതിനോട് ചേർന്ന് തന്നെ ഋഷികേശ് ഉണ്ട്. ഏകദേശം ഒരു 30 കിലോമീറ്ററത്തെ ദൂരം മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 സ്ഥലത്താണെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് കാണാനും. അതേപോലെ തന്നെ അമ്പലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് ഹരിദ്വാറും ഋഷികേശൊക്കെ കഴിഞ്ഞു. ഹരിദ്വാറും ഋഷികേശൊക്കെ ഞാനൊരു 8-9 തവണയോളം ഏറ്റവും കുറഞ്ഞത് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മളെല്ലാ തവണയും ഇറങ്ങിയാണ് പോകാറുള്ളത്. ഈ ഒരു റൂട്ട് ഞാൻ ഒരുപാട് തവണ
പോകാനായിട്ട് ശ്രമിച്ചതാണ്. പക്ഷേ ഒരു 3-4 വർഷം മുന്നേ എനിക്കൊന്ന് പോകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പോകാനായി പറ്റിയിട്ടില്ലായിരുന്നു. എപ്പോഴും എനിക്ക് പോകാൻ ആഗ്രഹം തോന്നാറുള്ള ഒരു റൂട്ടാണിത്. ഇത് വേറൊന്നും ആയിട്ടല്ല, ഒരുപാട് ദിവസം വേണം, 7 ദിവസത്തിൽ എങ്കിലും കുറയാതെ വേണം. അപ്പോൾ ചില ദിവസങ്ങളിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചു വരാൻ പറ്റില്ല. ഈ റൂട്ടും കഴിഞ്ഞ തവണ ഷൂട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു സിനിമ സംഘം അവിടെ കുടുങ്ങിപ്പോയായിരുന്നു. അവിടെ ഇടിച്ചിലുണ്ടായി. അപ്പോൾ ഈ റോഡ് ബ്ലോക്കായി പോയി. അങ്ങനെ ഒരു 2-3 ദിവസമൊക്കെ കഴിഞ്ഞ പിന്നെയാണ് അവർക്ക് വരാനൊക്കെ പറ്റിയത്. അപ്പോൾ അതൊക്കെ വലിയ ന്യൂസായിരുന്നു. അതേപോലെ തന്നെ ഈ റൂട്ടാണ് ചോപ്റ്റ എന്ന് പറഞ്ഞുള്ള സ്ഥലം. ചോപ്റ്റ നിങ്ങളൊരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഇതേപോലെ തന്നെ വെള്ളപ്പാച്ചിലിൽ ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ 40 ആളുകളോളം മരിച്ചു പോയായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വെള്ളം എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെ മല എപ്പോഴാണ് ഇടിയുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ രാവിലെ ഉള്ള യാത്ര ചെയ്തുകൊണ്ട് കോടമഞ്ഞൊക്കെ ഉണ്ട്. അപ്പോൾ കോടമഞ്ഞൊക്കെ നമ്മളിങ്ങനെ കണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ നമ്മുടെ നദിയുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മൾ ചേർന്ന് വരുമ്പോഴത്തേക്കും നമ്മളിറങ്ങി വീഡിയോ ഒക്കെ എടുക്കും. അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാര്യം എപ്പോഴും ഞാൻ ഈ റോഡുകളൊക്കെയാണ് കാണിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും എനിക്ക് ഇതേപോലുള്ള വീഡിയോകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ റോഡൊക്കെ കണ്ട് യാത്രയൊക്കെ ചെയ്യാനായിട്ട്. സൂര്യൻ ഉദിച്ചു വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതിരാവിലെ തന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തതാണ്. ഏകദേശം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യും വണ്ടി. എവിടെയെങ്കിലും താമസിക്കാൻ പാകത്തിന് റൂം എടുക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരുപാട് പൈസയ്ക്ക് റൂമൊക്കെ എടുത്ത് അടിപൊളിയായിട്ടൊക്കെ ഉള്ള യാത്രയാണ്. ഇതേപോലുള്ള യാത്രകളിലൊക്കെ ഞാൻ വളരെ ചീപ്പായിട്ടുള്ള റൂമൊക്കെ എടുക്കാറുള്ളൂ. ഈ റൂട്ടിനകത്ത് ഏറ്റവും വില കുറഞ്ഞ റൂം എന്ന് പറഞ്ഞാൽ 300 രൂപയ്ക്കൊക്കെ നമുക്ക് റൂം കിട്ടും. 250 രൂപയ്ക്ക് അല്ലെങ്കിൽ 300 രൂപയ്ക്ക് റൂം കിട്ടും. ഫുഡൊക്കെ ആണെങ്കിലും ഏകദേശം 30 രൂപയ്ക്കൊക്കെ നമുക്ക് ഫുഡ് കിട്ടും. അപ്പോൾ ഞാൻ സിംഗിളായിട്ട് പോകുമ്പോൾ എപ്പോഴും ചെറിയ ചെറിയ ഹോട്ടലുകളൊക്കെയാണ് എടുക്കാറുള്ളൂ. അവിടെയാണെങ്കിൽ നമുക്ക് ടി വിയുടെ ഒന്നും ആവശ്യമില്ല. ഞാൻ ചെല്ലുന്ന വഴി പറയും ടി വി ഒന്നും വേണ്ട. നമ്മളൊരു ലേഡി ഡ്രൈവർ ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവരേതോ ഡ്യൂട്ടിക്ക് പോവുകയാണെന്ന് തോന്നുന്നു. സാധാരണ ഞാനങ്ങനെ ഓവർടേക്ക് ചെയ്യുന്നവരെ വീണ്ടും ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല. കാരണം വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് നല്ല സ്പീഡുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓവർടേക്ക് ചെയ്യാം. അതേപോലെ തന്നെ കുട്ടികളുമായിട്ട് പോകുന്ന വണ്ടി, അതേപോലെ ഉള്ള വണ്ടികളൊക്കെ നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കാറേ ഇല്ല. അപ്പോൾ യാത്ര നമ്മൾ അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലേഡി ഡ്രൈവറാണ് ഈ വിട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഓളിയുണ്ട്, ചോപ്പട്ടയുണ്ട്, ബദ്രിനാഥുണ്ട്. ബദ്രിനാഥ് എന്നൊക്കെ നിങ്ങൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. പിന്നെ ഇന്ത്യയുടെ ഒരു എൻ്റെ എന്നൊക്കെ പറയാവുന്ന ചൈന ബോർഡറുണ്ട്. അവിടെയും കൂടെ പോയിട്ടാണ് വരാൻ ഉദ്ദേശിക്കുന്നത്. 7 ദിവസത്തെ ഒരു ട്രിപ്പായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഈ റൂട്ടിനകത്തുള്ള എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതുകൂടി ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ രാവിലത്തെ മഞ്ഞൊക്കെ ഏറെക്കുറെ ഒന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും കോടയുണ്ട്. കോടമഞ്ഞായിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ ചെറുതായിട്ട് ഇടയ്ക്കൊക്കെ വരുന്നുണ്ട്. ഈ റൂട്ടിൽ എപ്പോഴും പേടിക്കേണ്ട ഒരേ ഒരു സംഗതിയുള്ളൂ, ഈ റോഡ് സൈഡിൽ കിടക്കുന്ന കല്ല്. അത് ഒന്നെങ്കിൽ ആ മലമുകളിൽ നിന്ന് ഉരുണ്ടിയാടുന്നുണ്ടാവും, അതല്ലെങ്കിൽ ചാടി റോഡിൻ്റെ കൃത്യം നടുക്ക് തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ബൈക്ക് യാത്രക്കാരൊക്കെ വന്ന് ആ കല്ലിൻ്റെയൊക്കെ മുകളിൽ കയറിയിട്ട് വീഴാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ ഈ റൂട്ടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും കൂടെ കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.